അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ചില ജനങ്ങൾ ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടി ആളുകളെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അതൊരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല. ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങളിങ്ങനെ പുകഴ്ത്തി പറയുക, അത് പറഞ്ഞ ആ വ്യക്തിക്ക് ദാരിദ്ര്യം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം നീചമായ സ്ഥലത്തിലേക്ക് എറിയൽ, അത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ബാക്കിയൊക്കെ കുപ്പത്തൊട്ടിയിലേക്കോ നീചമായ സ്ഥലത്തിലേക്കോ എറിയുമ്പോൾ ആ വീട്ടുകാർക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള എല്ലാ വസ്തുക്കളും ഇങ്ങനെ ഭക്ഷണമാവട്ടെ പായസമാവട്ടെ എന്താണെങ്കിലും അതിനെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം, അത് ഒരിക്കലും ശരിയല്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ആ വീട്ടുകാർക്ക് ദാരിദ്ര്യം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികളും വലിയവരും നഖം ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. നഖം കടിക്കുമ്പോഴും ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, കക്കൂസിൽ വെച്ച് ഉളു ചെയ്യുക. കക്കൂസിൽ ഉളു ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. കക്കൂസിൽ വെച്ച് ഉളു ചെയ്യുക എന്നുള്ളത് ഉളുവൊക്കെ സഹീഹാകും, പക്ഷേ ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ആവശ്യങ്ങൾക്ക് വെള്ളം നൽകാതിരിക്കൽ. ഒരു വീട്ടിലെ ജീവിക്ക് ആവശ്യമാണ് വെള്ളം, അല്ലെങ്കിൽ അവിടുത്തെ ചെടിക്ക് വെള്ളം ആവശ്യമാണ്. ആവശ്യങ്ങൾക്ക് വെള്ളം നൽകാതിരിക്കുമ്പോൾ ആരെ വീട്ടിൽ നിന്ന് മറ്റുള്ള ജീവികൾക്കോ ആ വീട്ടിലുള്ള സസ്യങ്ങൾക്കോ വെള്ളം നൽകാതിരിക്കുമ്പോൾ ആ വീട്ടുകാർക്ക് വ്യക്തിക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട്. വെള്ളം ആവശ്യങ്ങൾക്ക് കൊടുക്കണം, അത് നമ്മുടെ കടമയാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ 2 വിരൽ കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് ഐശ്വര്യവും ബർക്കത്തും നമ്മുടെ വീടുകളിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ സമ്പത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.